ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നാളെ രാവിലെ നിങ്ങൾ പെട്രോൾ പമ്പിലേക്ക് പോകുന്നു. പക്ഷേ പെട്രോളിന്റെ വില 100 200 400 മാറിയിരിക്കുന്നു. ലോകമെമ്പാടും പെട്രോൾ പ്രൈസ് പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്യുന്നു. എണ്ണ മാർക്കറ്റുകൾ ക്രാഷ് ചെയ്യുന്നു. രാജ്യങ്ങൾ പാനിക് മൂഡിലേക്ക് പോകുന്നു. പക്ഷേ ഇതെല്ലാം സംഭവിക്കാൻ ഒരേ ഒരു കാരണം, ഒരു ചെറിയ കടൽപാത. അതാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്. മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു സ്ഥലമാണെങ്കിലും ഇത് ഇറാനും ഒമാനും തമ്മിലുള്ള ഒരു കടൽപാതയാണ്. ഈ ചെറിയ വഴി പേർഷ്യൻ ഗൾഫിനെ അറേബ്യൻ കടലുമായി ബന്ധിപ്പിക്കുന്നു. പക്ഷേ ഇതിന് പ്രാധാന്യം വളരെ വലിയതാണ്. കാരണം ലോകത്തിലെ ഏകദേശം 25% എണ്ണ ഈ ഒരേ ഒരു കടൽപാത വഴിയാണ് കടന്നു പോകുന്നത്. അതായത് ലോകത്തിൽ ഉപയോഗിക്കുന്ന 1/5 എണ്ണ ഈ ഒരു ചെറിയ വഴിയിലൂടെയാണ് പോകുന്നത്. ഓരോ ദിവസവും 20 മില്യൺ ബാരൽ എണ്ണ ഈ കടൽപാത വഴി കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഷോക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഈ കടൽപാതയുടെ ഏറ്റവും ചെറിയ ഭാഗം എന്ന് പറയുന്നത് 33 കിലോമീറ്റർ മാത്രമാണ്. അതിനുള്ളിൽ ഷിപ്പിന് പോകാനുള്ള വഴികൾ 3 കിലോമീറ്റർ മാത്രം വീതിയുള്ളതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള എണ്ണ ഒരു ചെറിയ നാരോ ലൈൻ വഴിയാണ് പോകുന്നത്. ഇപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ എന്താകും സംഭവിക്കുക? എണ്ണക്കപ്പലുകളുടെ വരവ് നിൽക്കും, വിതരണം കുറയും, ഓയിലിൻ്റെ വില കുതിച്ചങ്ങുയരും. ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ പോലും ഷെയ്ക്കാക്കാൻ സാധ്യതയുണ്ട്. കാരണം ലോകത്തിലെ പല വലിയ രാജ്യങ്ങളും ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണത്തിന് ചൈന, ഇന്ത്യ, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നുപോലുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഈ വഴിയിലാണ് ഇറക്കുമതി ചെയ്യാറുള്ളത്. പക്ഷേ ഇതിലും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും മിലിറ്ററൈസ്ഡ് സീ റൂട്ടേഴ്സിൽ ഒന്നാണ്. ഇവിടെ സ്ഥിരമായി US നാവികസേന പെട്രോൾ ചെയ്യാറുണ്ട്. അതുകൂടാതെ ഇറാൻ ഇവിടെയെല്ലാം വലിയ സൈനിക സാന്നിധ്യം നിലനിർത്താറുണ്ട്. കാരണം ഈ കടൽപ്പാതയുടെ വലിയ ഭാഗം ഇറാൻ്റെ നിയന്ത്രണ പ്രദേശത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഇറാൻ മുന്നറിയിപ്പ് നൽകാറുമുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് ഞങ്ങൾ അടക്കും. അത് ശരിക്കും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ വിദഗ്ധർ പറയുന്നത് ഓയിലിൻ്റെ പ്രൈസ് $120 മുതൽ $130 വരെ ഉയരാൻ സാധ്യതയുണ്ട്. അതോടെ പെട്രോൾ, ഡീസൽ, ഗ്യാസ്, ട്രാൻസ്പോർട്ട് എല്ലാം വില കൂടും. പക്ഷേ ഇവിടെയും ഒരു വലിയൊരു ട്വിസ്റ്റുണ്ട്. ഈ വഴി അടക്കുന്നത് ലോകത്തിന് മാത്രമല്ല ഇറാനിനും വലിയ പ്രശ്നമാകും. കാരണം ഇറാനും തൻ്റെ എണ്ണ എക്സ്പോർട്ട് ചെയ്യാൻ ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. അതായത് ഇത് അടച്ചാൽ ലോകം മുഴുവനും സാമ്പത്തിക ഷോക്ക് നേരിടും. പക്ഷേ അതോടൊപ്പം ഇറാൻ്റെ സ്വന്തം എക്കോണമിക്കും വലിയ ഡാമേജ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ പല രാജ്യങ്ങളും ഈ ഒരു ചെറിയ കടൽപ്പാതയെ ലോകത്തിൻ്റെ എണ്ണനാടി എന്ന് വിളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ തന്നെ ഉയരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കൂടുതൽ ശക്തമായാൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് ഒരു ദിവസം ശരിക്കും അടക്കുമോ? അത് ലോകത്തെ ദരിദ്രത്തിലേക്ക് കൊണ്ടുപോകുമോ?